നമ്മൾ ഒരുപാട് കൊള്ളക്കാരെ പറ്റി കേട്ടിട്ടുണ്ട്. ഓർത്താൽ നമ്മൾ റോബിൻ ഹുഡിനെ പറ്റി പറയും, കായംകുളം കൊച്ചുണ്ണിയെ പറ്റി പറയും, ഫൂലൻ ദേവിയെ പറ്റി പറയും, വീരപ്പനെ പറ്റി പറയും. അപ്പോൾ അങ്ങനെ വളരെ പ്രശസ്തയായ ഒരു കൊള്ളക്കാരിയുടെ കഥയാണ് ഇന്ന് പറയുന്നത്. ദേവി ചൗധുറാണി എന്നാണ് ഈ കൊള്ളക്കാരിയെ നാട്ടുകാർ വിളിച്ചിരുന്നത്. ചൗധരി എന്നതിൻ്റെ ഒരു സ്ത്രീലിംഗമായിട്ടാണ് ഈ ചൗധുറാണി എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ ഈ കൊള്ളക്കാരി ഉള്ളത് ഒരു നോവലിലാണ്. ബംഗം ചന്ദ്ര ചാറ്റർജിയുടെ ഒരു നോവലാണിത്. ദേവി ചതുറാണി എന്ന് തന്നെയാണ് ഈ നോവലിൻ്റെ പേര്. പണ്ട് ബംഗാളിലെ ദുർഗാപൂരിൽ ഒരു വിധവയായ സ്ത്രീ ജീവിച്ചിരുന്നു. അവർക്ക് ഒരേ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ പേര് പ്രഫുല്ല എന്നായിരുന്നു. വളരെ സുന്ദരിയായിരുന്നു പ്രഫുല്ല. പ്രഫുല്ലയുടെ സൗന്ദര്യത്തെപ്പറ്റി നാട്ടുകാർക്കൊക്കെ അറിയാമായിരുന്നു. എല്ലായിടത്തും വളരെ പ്രശസ്തമായിരുന്നു. ഇത്രത്തോളം സുന്ദരിയായ ഒരു പെൺകുട്ടി ആ നാട്ടിലെങ്ങുമില്ല എന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ ഭൂത്നാഥ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. ഈ സ്ഥലത്തെ ജമീന്ദാറായിരുന്ന, അവിടുത്തെ നാടുവാഴിയായിരുന്ന ഒരു ആളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഹരിവല്ലഭൻ എന്നായിരുന്നു. ഈ ഹരിവല്ലഭൻ എന്ന ജമീന്ദാർ ഈ പെൺകുട്ടിയുടെ സൗന്ദര്യത്തെപ്പറ്റി കേട്ടു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു തൻ്റെ മകനെ കൊണ്ട് ഇവളെ വിവാഹം കഴിപ്പിക്കാമെന്ന്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് ബ്രജേശ്വർ എന്നായിരുന്നു. ബ്രജേശ്വറിൻ്റെ വിവാഹാലോചനയുമായിട്ട് ഈ ഹരിവല്ലഭൻ എന്ന ജമീന്ദാർ ഈ പെൺകുട്ടിയുടെ പ്രഫുല്ലയുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ പ്രഫുല്ലയുടെ അമ്മയ്ക്കാണെങ്കിൽ ഇത് കേട്ടപ്പോൾ വലിയ അത്ഭുതമായിപ്പോയി. തങ്ങളെപ്പോലെ വളരെ ദരിദ്രരായ ഒരു ആൾക്കാരുടെ വീട്ടിലേക്ക് ഇത്ര വലിയൊരാൾ വിവാഹാലോചനയും കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ കാര്യമല്ലേ. കേട്ടപാടെ അമ്മ വിവാഹത്തിന് സമ്മതിച്ചു. അങ്ങനെ ഈ വിവാഹം തീരുമാനിക്കപ്പെട്ടു. പ്രഫുല്ലയുടെ വീട്ടിലേക്ക് വളരെ ആർഭാടമായിട്ട് വരൻ്റെ ഗ്രഹത്തിൽ നിന്നും ആൾക്കാർ വന്നു. വിവാഹം നടന്നു. വിവാഹത്തിന് ശേഷം ഭക്ഷണം കൊടുക്കണമല്ലോ. അപ്പോൾ ഈ അമ്മ വളരെ ദരിദ്രയായിരുന്നു. അവർ വിധവയുമാണല്ലോ. അവരെ സഹായിക്കാൻ വളരെ പാവപ്പെട്ട കുറച്ച് നാട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ അധികം ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യം വിളമ്പിയത് വരൻ്റെ ഭാഗത്തു നിന്ന് വന്ന ആൾക്കാർക്കാണ്. അപ്പോൾ തന്നെ ഭക്ഷണം ഏകദേശം തീർന്നു. പിന്നീട് മധുവിൻ്റെ ആൾക്കാർക്ക്, അതായത് നാട്ടുകാർക്കും അയൽപ്പക്കക്കാർക്കും ഒക്കെ ഭക്ഷണം വിളമ്പാൻ തുടങ്ങുമ്പോഴേക്കും ഭക്ഷണം തീർന്നു പോയി. ഇത് ഈ വന്ന നാട്ടുകാർക്ക് വളരെ അപമാനകരമായിട്ട് തോന്നി. അവർക്കിത് ഇഷ്ടപ്പെട്ടില്ല. തങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ഈ പ്രഫുല്ലയുടെ അമ്മ തങ്ങളെ അപമാനിച്ചു എന്ന് അവർ കരുതി. അതുകൊണ്ട് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഈ ഹരിവല്ലഭൻ എന്ന ജമീന്ദാറിനെ കണ്ടിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ ചോദിച്ചു, ഞങ്ങളോടൊക്കെ ആലോചിച്ചിട്ട് ഈ കല്യാണം തീരുമാനിച്ചാൽ പോരായിരുന്നോ? ഇത്ര ദുഷ്പേരുള്ള, ഇത്ര മോശപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് നിങ്ങൾ വന്ന് വിവാഹം ആലോചിക്കരുതായിരുന്നു. ഈ പ്രഫുല്ലയുടെ അമ്മ വളരെ മോശം സ്ത്രീയാണ്. അവരുമായിട്ടൊരു ബന്ധം മാന്യന്മാർക്ക് ചേർന്നല്ല. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഈ ഹരിവല്ലഭന് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. തൻ്റെ മകന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വിവാഹം ആലോചിക്കുകയും ചെയ്തു, വിവാഹം നടത്തുകയും ചെയ്തു. ഇപ്പോൾ ഈ അമ്മയെപ്പറ്റി വളരെ മോശം കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുന്നു. അമ്മ മോശമാണെങ്കിൽ മകളും മോശമായിരിക്കുമല്ലോ. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഈ വിവാഹം വേണ്ട, ഉടൻ തന്നെ മകനെ വിളിച്ചോളൂ, നമുക്ക് ഇവിടുന്ന് പോകാം. അങ്ങനെ ഇവർ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ഈ വിധവയായ അമ്മ ഓടിച്ചെന്ന് ഈ ഹരിവല്ലഭൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും കാലിൽ വീണു. തൻ്റെ മകളെ ഉപേക്ഷിച്ചിട്ട് പോവരുതേ എന്ന് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ല. വിവാഹം നടന്നു പോയി എന്നുള്ള കാര്യം നേരെ, പക്ഷേ നിങ്ങളുടെ മകളെ ഞങ്ങൾ കൊണ്ടുപോയിട്ടൊന്നുമില്ല, അതുകൊണ്ട് അവൾ ഇവിടെ തന്നെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് ഈ വിവാഹബന്ധത്തിൽ താല്പര്യമില്ല. ഇതും പറഞ്ഞിട്ട് ഇവർ ഇവിടുന്ന് അങ്ങ് പോയി. പ്രഫുല്ലയെ കൊണ്ടുപോയില്ല. ഈ അമ്മയ്ക്കും മകൾക്കും ഇത് വലിയ ബുദ്ധിമുട്ടായിട്ട് തീർന്നു. കാരണം നാട്ടുകാരെയൊക്കെ അറിയിച്ച് വിവാഹം നടത്തിയതാണ്. വിവാഹം കഴിഞ്ഞപ്പോൾ വരൻ വധുവിനെ കൂട്ടാതെ പോകുന്നു. ഈ അമ്മയ്ക്ക് വലിയ സങ്കടമായിപ്പോയി. അവർ വളരെ ഉറക്കെ കരഞ്ഞു. പക്ഷേ അവരുടെ കണ്ണീര് കാണാൻ ആരും ഉണ്ടായിരുന്നില്ല. അയൽപക്കക്കാരൊക്കെ പിണങ്ങിപ്പോയി. ഈ അമ്മ ഒരുപാട് പണം കടം വാങ്ങിച്ചിട്ടായിരുന്നു വിവാഹം നടത്തിയത്. ഈ കടമൊക്കെ വീട്ടേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ജോലി ചെയ്യുന്ന പകുതി പണവും അവർ ഈ കടം വീട്ടാൻ വേണ്ടി ചെലവഴിച്ചു. അമ്മയും മകളും കൂടെ നൂല് നൂൽക്കുകയും കൃഷിപ്പണി ചെയ്യുകയും ഒക്കെ ചെയ്തു. പക്ഷേ എത്ര ചെയ്തിട്ടും ദാരിദ്ര്യം മാറിയില്ല. കടം വീട്ടാൻ തന്നെ പണം തികയാതായി. കടക്കാർ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കി തുടങ്ങി. ഇതൊക്കെ ഈ അമ്മയ്ക്കും മകൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി തീർന്നു. 2 സ്ത്രീകൾ ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുകയാണ്. സഹായത്തിന് ആരുമില്ല, പണമില്ല, പട്ടിണിയാണ്. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം മകൾ അമ്മയോട് ചോദിച്ചു, അമ്മേ, നമ്മളോട് എത്ര അപമര്യാദയായിട്ടാണ് ഇവർ പെരുമാറിയത്. നമ്മൾ അങ്ങോട്ട് ചെന്ന് വിവാഹം ആലോചിച്ചാലല്ലോ, അവരിങ്ങോട്ട് വന്നതല്ലേ. നമ്മളോട് എത്ര ക്രൂരമായിട്ടാണ് ജമീന്ദാറിൻ്റെ ആൾക്കാർ പെരുമാറിയത്. അവർ ആ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് എന്നെ ഇവിടെ വിവാഹം ആലോചിക്കുകയും ചെയ്തു. എന്നിട്ട് എന്നെ കൊണ്ടുപോയതുമില്ല. നമ്മുടെ ജീവിതം അവരാകെ ദുരിതത്തിലാക്കി. ഈ അപമര്യാദയ്ക്ക്, ഈ അനാചാരത്തിന് നമ്മൾ ആരോട് പരാതി പറയും? അപ്പോൾ അമ്മ പറഞ്ഞു, കുഞ്ഞെ, നമുക്ക് ആരോടും പരാതി പറയാനില്ല. അഥവാ നമ്മുടെ കാര്യം ആരെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ അത് ഭവാനി പഥക്കാണ്. അദ്ദേഹത്തെ ഭവാനി താക്കൂർ എന്നും പറയും. അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലും നിവൃത്തി ഉണ്ടാവും.
അപ്പോൾ പ്രഫുല്ല ഈ ഭവാനി താക്കൂറിനെ പറ്റി കേട്ടിട്ടുണ്ട്. അദ്ദേഹം വലിയ കൊള്ളക്കാരനാണ്, കാട്ടിൽ താമസിക്കുന്ന ഒരു കൊള്ളക്കാരനാണ്. അതുകൊണ്ട് പ്രഫുല്ല പറഞ്ഞു, വേണ്ട കൊള്ളക്കാരുടെ സഹായമൊന്നും നമുക്ക് വേണ്ട, നമുക്ക് എന്തായാലും ഇങ്ങനെ തട്ടിയും മുട്ടിയും ജീവിക്കാം. അങ്ങനെ പട്ടിണിയും പരിവട്ടമായിട്ട് ഈ അമ്മയും മകളും കഴിഞ്ഞു. പക്ഷേ ഈ അമ്മയ്ക്ക് ദുഃഖം സഹിക്കാൻ വയ്യ. കാരണം മകളെ ഇനി രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ ആരും വരില്ല. അന്നത്തെ കാലത്തെ രീതികൾ അങ്ങനെയാണ്. ഒരു വിവാഹം നടന്നു, അവളെ മറ്റാർക്കും ഇനി സ്വീകരിക്കാൻ പറ്റില്ല. അവളുടെ ജീവിതം എന്തായിത്തീരും എന്നോർത്തിട്ട് ഈ അമ്മയ്ക്കൊരു സമാധാനം ഇല്ലാതായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പ്രഫുല്ല തൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാനിങ്ങനെ കാത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ ജീവിതം ഇങ്ങനെ അധികം മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. എന്തായാലും എന്നെ വിവാഹം കഴിച്ചാണല്ലോ, അവർക്ക് എൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ടല്ലോ. ഞാൻ എന്തായാലും അവരോട് പോയി കണ്ടൊന്ന് സംസാരിക്കാം, നമ്മുടെ കാര്യങ്ങൾ ഞാൻ അവരോട് പറയാം. അങ്ങനെ ഈ പ്രഫുല്ല തൻ്റെ അമ്മയുടെ യാത്ര പറഞ്ഞിട്ട് ഈ ഭർത്തഗ്രഹത്തിലേക്ക് പോയി. ഭൂതനാഥ് എന്ന് പറഞ്ഞ സ്ഥലത്തെ ജമീന്ദാറാണ് തൻ്റെ ഭർത്താവിൻ്റെ പിതാവെന്ന് അവൾക്കറിയാം. അവളിങ്ങനെ ഭൂതനാഥ് അന്വേഷിച്ച് പോയി. വഴിയിലുള്ള ആൾക്കാരൊക്കെ അവൾക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരുപാട് ദൂരം നടന്നിട്ട് അവൾ ഈ ഭൂതനാഥ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി അവിടുത്തെ ജമീന്ദാറിൻ്റെ വീട് അന്വേഷിച്ചു. അങ്ങനെ വീട് കണ്ടുപിടിച്ച് അവൾ നേരെ അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നിട്ട് തൻ്റെ അമ്മായിയമ്മയെ, അതായത് ജമീന്ദാറായ ഹരിവല്ലഭൻ്റെ ഭാര്യയെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. ഒരു ജോലിക്കാരി വന്ന് ഇവളെ ഈ ഹരിവല്ലഭൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവർ വളരെ പ്രൗഢയായ ഒരു സ്ത്രീയായിരുന്നു. അവരുടെ മുന്നിൽ ചെന്ന് പ്രഫുല്ല സ്വയം പരിചയപ്പെടുത്തി, ഞാൻ പ്രഫുല്ലയാണ്, ഞാൻ അവിടുത്തെ മകനായ ബ്രിജേശ്വരനെ വിവാഹം കഴിച്ച പെൺകുട്ടിയാണ്. ഇത് കേട്ടപ്പോഴാണ് ഈ അമ്മ ഇവളുടെ മുഖം കാണുന്നത്. ഇതിന് മുമ്പ് ഭർത്താവ് പോയി വിവാഹം ആലോചിച്ചു, മകൻ വിവാഹം കഴിച്ചു എന്നല്ലാതെ ഈ അമ്മ ഈ കുട്ടിയുടെ മുഖം കണ്ടിട്ടുണ്ടായിരുന്നില്ല. വിവാഹ സമയത്ത് അവൾ മൂടുപടം ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവളുടെ മുഖം കണ്ടപ്പോൾ ഈ സ്ത്രീക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല നിഷ്കളങ്കമായ മുഖം, മാത്രമല്ല അതിസുന്ദരിയുമാണ്. ഇങ്ങനൊരു പെൺകുട്ടിയെ തൻ്റെ മകൻ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ എന്ന് അവർക്ക് ദുഃഖം തോന്നി. അവർ പറഞ്ഞു, മോളെ, ഇക്കാര്യത്തിൽ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും ചെയ്യാനില്ല. കാരണം ഇവിടെ പുരുഷന്മാരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ എൻ്റെ ഭർത്താവാണ് തീരുമാനിച്ചത്, ഞാൻ അദ്ദേഹത്തോട് പോയി ഒന്നുകൂടി കെഞ്ചി നോക്കാം, നീ അതുവരെ ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പ്രഫുല്ലയെ അവിടെ ഇരുത്തിയിട്ട് ഈ അമ്മ തൻ്റെ ഭർത്താവിനോട് സംസാരിക്കാൻ വേണ്ടി അകത്ത് പോയി. പ്രഫുല്ല അവിടെ ഇരിക്കുമ്പോൾ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി അകത്തു നിന്ന് ഇറങ്ങി വന്നിട്ട് ആരാണ് എന്ന് പ്രഫുല്ലയോട് ചോദിച്ചു. അപ്പോൾ പ്രഫുല്ല പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ബ്രിജേശ്വർ വിവാഹം കഴിച്ച ആളാണ്, എൻ്റെ പേര് പ്രഫുല്ല എന്നാണ്. അപ്പോൾ ഈ പെൺകുട്ടി പ്രഫുല്ലയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ബ്രിജേശ്വരി രണ്ടാമത് വിവാഹം കഴിച്ച ആളാണ്, എൻ്റെ പേര് സാഗര എന്നാണ്. ബ്രിജേശ്വരി രണ്ടാമത് വിവാഹം കഴിച്ച കാര്യം പ്രഫുല്ലയ്ക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്തായാലും പ്രഫുല്ല പറഞ്ഞു, കണ്ടത് കാര്യമായി, അദ്ദേഹം എന്നെ വിവാഹം കഴിച്ചിട്ട് എൻ്റെ കൂടെ താമസിച്ചില്ല, അദ്ദേഹം ഇങ്ങ് പോന്നു, പിന്നീടായിരിക്കും നിങ്ങളെ വിവാഹം കഴിച്ചത്. അപ്പോൾ സാഗര പറഞ്ഞു, അതെ, നിങ്ങളുടെ വിവാഹത്തെപ്പറ്റിയൊക്കെ എനിക്കറിയാം, നിങ്ങളെനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആൾക്കാർ പറയുന്ന വാക്ക് കേട്ട് നിങ്ങളെ ഉപേക്ഷിച്ചത് വലിയ കഷ്ടമായിപ്പോയി, നിങ്ങളിവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇവിടെ ജീവിക്കാം. അപ്പോൾ പ്രഫുല്ല പറഞ്ഞു, ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാനാണ് വന്നത്. എൻ്റെ ഭർത്താവിൻ്റെ അമ്മയെ ഞാൻ കണ്ടു, അമ്മ അച്ഛനോട് സംസാരിക്കാൻ വേണ്ടി അകത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ സാഗര പറഞ്ഞു, നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചായിരുന്നെങ്കിൽ എനിക്കൊരു കൂട്ടായിരുന്നേനെ, കാരണം എൻ്റെ ഭർത്താവ് ഇപ്പോൾ ഇങ്ങോട്ടങ്ങും വരാറില്ല. അപ്പോൾ പ്രഫുല്ല ചോദിച്ചു, അതെന്താ അദ്ദേഹം വരാത്തത്? ഇത്ര സുന്ദരിയല്ലേ നീയെ, നിന്നെപ്പോലൊരു ഭാര്യയെ കിട്ടി, അദ്ദേഹം ഭാഗ്യവാനല്ലേ? സാഗര പറഞ്ഞു, അദ്ദേഹം ഭാഗ്യവാനൊക്കെയാണ്, പക്ഷേ എന്നെ കിട്ടിയത് കൊണ്ടല്ല, അദ്ദേഹം നയനതാര എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ ഇപ്പം വിവാഹം കഴിച്ചു, അവൾ എന്നെക്കാളും സുന്ദരിയാണ്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം അവരുടെ കൂടെയാണ് താമസം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് പ്രഫുല്ല അവിടെ നിന്ന്, അന്ന് കാലത്ത് പുരുഷന്മാർ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്നത് തെറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പ്രഫുല്ല അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചില്ല. അവർ കുറേ നേരം സംസാരിച്ചു, നല്ലൊരു സൗഹൃദം ഉണ്ടായി. അപ്പോഴേക്കും ഈ സ്ത്രീ തിരിച്ചു വന്നു, അമ്മായിയമ്മ തിരിച്ചു വന്നു. അവർ പ്രഫുല്ലയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ, എനിക്ക് നിന്നെ സ്വീകരിക്കാൻ യാതൊരു മാർഗ്ഗവുമില്ല, എൻ്റെ ഭർത്താവ് യാതൊരു കാരണവശാലും നിന്നെ സ്വീകരിക്കാൻ സമ്മതിക്കുകയില്ല. ബ്രിജേശ്വർ വന്നിട്ടുണ്ട്, അവനോടും അദ്ദേഹം നിന്നെ സ്വീകരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനാണെങ്കിൽ അച്ഛൻ്റെ വാക്ക് വിട്ടൊന്നും പ്രവർത്തിക്കുകയുമില്ല. അപ്പോൾ ഈ അമ്മ പ്രഫുല്ലയോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബ്രിജേശ്വർ അങ്ങോട്ട് വന്നു. ബ്രിജേശ്വർ അച്ഛനോട് പ്രഫുല്ല ഇപ്പം തന്നെ പറഞ്ഞു വിടാം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. എന്നിട്ട് ഇയാൾ പ്രഫുല്ലയോട് പറഞ്ഞു, നീ ഇപ്പം തന്നെ പൊക്കോളൂ, ഇവിടെ നിൽക്കണ്ട, കാരണം എനിക്ക് നിന്നെ സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രഫുല്ല പറഞ്ഞു, നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതാണ്, എന്നെ വിവാഹം കഴിച്ചതാണ്, അപ്പോൾ നിങ്ങൾ എന്നെ സംരക്ഷിക്കേണ്ടതാണ്. ഞാനും എൻ്റെ അമ്മയും കൂടെ വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. നിങ്ങളായിട്ടുള്ള വിവാഹം നടത്താൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ ഒരുപാട് കടം വാങ്ങിയിട്ടുണ്ട്, ആ കടമൊക്കെ ഞങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ ബ്രിജേശ്വർ ഇവളെ വിളിച്ചുകൊണ്ട് പുറത്തിറങ്ങി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ അച്ഛനെ ധിക്കരിക്കാൻ പറ്റില്ല, അവിടെ വെച്ച് നിന്നോട് എനിക്ക് സ്നേഹമായിട്ടൊന്നും പറയാനും പറ്റില്ല, പക്ഷേ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നോളാം. എനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ്റെ വാക്കുകൾ വക വയ്ക്കാതെ എനിക്ക് നിന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോരാമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഞാൻ അച്ഛൻ്റെ സംരക്ഷണയിലാണ് കഴിയുന്നത്, അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതെ എനിക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല, അതുകൊണ്ട് നീ തൽക്കാലം ഇവിടുന്ന് പോ, തൽക്കാലം ഞാനൊരു ജോലി അന്വേഷിക്കട്ടെ. അതിനുശേഷം ബ്രിജേശ്വർ തൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു മോതിരം ഊരി പ്രഫുല്ലയ്ക്ക് കൊടുത്തു. അതിൽ ബ്രിജേശ്വറിൻ്റെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു.
എന്നിട്ട് പറഞ്ഞു, ഇതൊരു വജ്ര മോതിരമാണ്, ഇതിലെ കല്ല് വളരെ വിലപ്പെട്ടതാണ്, നിനക്ക് വേണമെങ്കിൽ ഇത് വിറ്റിട്ട് കുറച്ച് കാലം ഇതും കൊണ്ട് ജീവിക്കാം, അപ്പോഴേക്കും ഞാനൊരു ജോലിയൊക്കെ ആയിട്ട് നിന്നെ അന്വേഷിച്ച് വരാം. അപ്പോൾ പ്രഫുല്ല പറഞ്ഞു, ഈ മോതിരത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഒരു ഭർത്താവ് എന്ന നിലയിൽ എനിക്ക് ആദ്യം തരുന്ന സമ്മാനമാണ്, ഞാനിത് എത്ര പട്ടിണി കിടക്കേണ്ടി വന്നാലും വിൽക്കില്ല, ഇതെൻ്റെ കയ്യിലിരുന്നോട്ടെ, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം, നിങ്ങളെ കാത്തിരുന്നോളാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വരണം. അങ്ങനെ ബ്രജേശ്വരനോട് യാത്ര പറഞ്ഞിട്ട് പ്രഫുല്ല തൻ്റെ വീട്ടിലേക്ക് പോയി. പക്ഷേ വീട്ടിൽ ചെന്നപ്പോൾ അവൾ കണ്ടത് അമ്മ ഒരു രോഗിയായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു. പ്രഫുല്ല ചെന്ന് അമ്മയെ ശുശ്രൂഷിച്ചെങ്കിലും അമ്മയുടെ ജീവൻ പിടിച്ചു നിർത്താൻ പറ്റിയില്ല. അധികം താമസിക്കാതെ ഈ അമ്മ മരിച്ചു പോയതിൽ പ്രഫുല്ല ഒറ്റയ്ക്കായി. ഒരു ചെറിയ വീടാണ്, വലിയ അടച്ചുറപ്പൊന്നുമില്ല. അവൾ അവിടെ ഒറ്റയ്ക്ക് വളരെ ബുദ്ധിമുട്ടി ജീവിച്ചു. എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലും പണി ചെയ്യും, കിട്ടുന്നത് കൊണ്ടുവന്ന് വെച്ച് കഴിക്കും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രിയിൽ കുറേ ആൾക്കാർ ഇവളുടെ വീട്ടിൽ അതിക്രമിച്ച് കടന്നു. അത് ഇവരുടെ നാട്ടിലെ തന്നെ, ഇവരുടെ നാടിൻ്റെ പേര് ദുർഗാപൂർ എന്നായിരുന്നല്ലേ. ഈ ദുർഗാപൂരിലെ സെമീന്ദാറിൻ്റെ ആൾക്കാരാണ് ഇവളെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നത്. ഇവർ അകത്ത് കടന്ന് ഇവളെ പിടിച്ച് കെട്ടി കൊണ്ടുപോയി. ഒരു പല്ലക്കിലെടുത്താണ് കൊണ്ടുപോയത്. അപ്പോൾ ഇവരെ സാധാരണ നാട്ടുവഴിയിൽ കൂടി യാത്ര ചെയ്തില്ല. കാരണം ഈ പല്ലക്കിൽ കിടന്ന് പ്രഫുല്ല ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ, ബഹളം വെക്കുകയാണെങ്കിൽ നാട്ടുകാരൊക്കെ ഓടിക്കൂടും. അതുകൊണ്ട് ആരും അറിയാതെ കാട്ടിൽ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇവരെ പ്രഫുല്ലയെ ഈ പല്ലക്കിലേറ്റി കൊണ്ടുപോയത്. അങ്ങനെ കാട്ടിലൂടെ ഈ പല്ലക്കും തോളിൽ വെച്ച് ഈ ജമീന്ദാറിൻ്റെ ആൾക്കാർ പ്രഫുല്ലയും കൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് 4 വശത്തുനിന്നും കുറേ ആൾക്കാർ ചാടി വീണു. അയ്യോ കൊള്ളക്കാരെന്ന് പറഞ്ഞുകൊണ്ട് ഈ പല്ലക്ക് ചുമന്നിരുന്ന ആൾക്കാർ പല്ലക്ക് അവിടെ ഇട്ടിട്ട് ഓടിപ്പോയി. തൻ്റെ കയ്യിലെയും കാലിലെയും കെട്ടൊക്കെ അഴിച്ച് മാറ്റിയിട്ട് പ്രഫുല്ല ഈ പല്ലക്കിൽ നിന്ന് പുറത്തിറങ്ങി. അവൾ ചുറ്റുപാട് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. നല്ല ഇരുട്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഈ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങണം എന്നുള്ള ചിന്തയിൽ ഇവൾ മുന്നോട്ട് നടന്നു. അവൾക്കങ്ങനെ പേടിയൊന്നും തോന്നിയില്ല. എന്തായാലും ഇത്ര കാലം ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ചു, ഇനിയും അങ്ങനെ തന്നെ ജീവിക്കാം, ആരെങ്കിലും വന്നാൽ അപ്പം നോക്കാം എന്നാണ് അവൾ വിചാരിച്ചത്. അങ്ങനെ അവൾ കുറേ ദൂരം മുന്നോട്ട് നടന്നപ്പോഴത്തേക്ക് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീട് കണ്ടു, വലിയൊരു വീട്. അപ്പോൾ അവൾ ഈ വീടിൻ്റെ വാതിലിൽ ചെന്ന് മുട്ടി. വാതിൽ ചെന്ന് മുട്ടിയപ്പോൾ അകത്തുനിന്നൊരു ഞരക്കം മാത്രം കേൾക്കുന്നുണ്ട്, വെട്ടവുമുണ്ട്. അവൾ പതുക്കെ ആ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിയപ്പോൾ ഒരാൾ, വളരെ രോഗാവസ്ഥയിലായ ഒരാൾ കിടക്കുന്നത് കണ്ടു. നല്ല പ്രായം ചെന്ന ഒരാളായിരുന്നു. അയാൾ പറഞ്ഞു, കുഞ്ഞെ എനിക്ക് വളരെയധികം ദാഹിക്കുന്നു, എനിക്കിത്തിരി വെള്ളം തരാമോ? അപ്പോൾ പ്രഫുല്ല അവിടെ ഉണ്ടായിരുന്ന ഒരു കുടത്തിൽ നിന്ന് വെള്ളമെടുത്ത് ഇയാളുടെ അടുത്ത് കൊണ്ടുവന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഇയാളുടെ വായിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് വളരെ ആശ്വാസമായി, എനിക്ക് മനുഷ്യൻ്റെ മുഖം കണ്ട് മരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല, ഞാനൊരു രോഗിയാണ്, ഞാൻ മരിക്കാൻ കിടക്കായിരുന്നു, അപ്പോൾ നീ എന്തായാലും വന്ന് എനിക്കിത്തിരി വെള്ളം തന്നല്ലോ, ഞാൻ ഉടനെ തന്നെ മരിച്ചു പോകും, ഞാൻ മരിച്ചു പോയി കഴിഞ്ഞിട്ട് നീ എന്നെ ഒന്ന് കുഴിച്ചിടണം, എനിക്ക് വേറെ ആരുമില്ല. അങ്ങനെ കുഴിച്ചിട്ടതിന് ശേഷം ആ ജനാല കണ്ടോ, ആ ജനാലയ്ക്കടുത്തുള്ള തറയിൽ ഒരു കരിങ്കല്ല് പാകിയിട്ടുണ്ട്. ആ കരിങ്കല്ലിനടിയിൽ ഒരു കുഴിയുണ്ട്. ആ കുഴിയിൽ ഞാൻ കുറച്ച് സ്വർണം വെച്ചിട്ടുണ്ട്, നീ ആ സ്വർണം എടുത്തു. അങ്ങനെ കുറച്ച് നേരങ്ങൾക്ക് ശേഷം ആ വൃദ്ധൻ മരിച്ചു. അപ്പോഴേക്കും നേരം വെളുത്തു. പ്രഫുല്ല മുറ്റത്തൊരു കുഴി ഉണ്ടാക്കി ആ കുഴിയിൽ ആ മനുഷ്യനെ ഇട്ട് മൂടി. അയാൾ പറഞ്ഞ ജനാലയ്ക്കടുത്തുള്ള തറയിൽ വന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു കരിങ്കൽ പാളി കണ്ടു. അവളത് പതുക്കെ ഇളക്കി നോക്കിയപ്പോൾ അതിനുള്ളിൽ വലിയൊരു ഭരണി നിറയെ സ്വർണവും കണ്ടു. അപ്പോൾ അവൾ വിചാരിച്ചു, ഇന്നലെ ഒരുപാട് കൊള്ളക്കാരെ കണ്ടതാണ്, അപ്പോൾ ഇന്നും കൊള്ളക്കാരുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സ്വർണം കയ്യിൽ പിടിച്ച് ഞാൻ പോവുകയാണെങ്കിൽ ഇവരെന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് ഇത് തട്ടിപ്പറിക്കും. അതുകൊണ്ട് തൽക്കാലം ഇതിവിടെ തന്നെ കുഴിച്ചിട്ടിട്ട് എന്താ വേണ്ടതെന്ന് ചിന്തിക്കാം. അങ്ങനെ അവൾ ആ സ്വർണം അതേ ജനലിനടിയിൽ തന്നെ കുഴിച്ചിരുന്നതിന് മുമ്പായിട്ട് അവൾ അതിൽ നിന്ന് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ തൻ്റെ കയ്യിലെടുത്ത് വെച്ചിരുന്നു. എന്നിട്ട് അവൾ മുന്നോട്ട് നടന്നു. എന്തെങ്കിലും കുറച്ച് ഭക്ഷണം കഴിക്കണം, നാട്ടിലെത്തണം എന്നാണ് വിചാരം. അങ്ങനെ കുറേ ദൂരം നടന്നപ്പോഴത്തേക്ക് ഒരു വളരെ ഭക്തനെന്ന് തോന്നിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ബ്രാഹ്മണൻ എതിരെ നടന്നു വരുന്നത് കണ്ടു. കുടുംബമൊക്കെയുള്ള ഒരാൾ. അയാളെ കണ്ടപ്പോൾ ഇവൾ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒന്ന് നിൽക്കാമോ, എനിക്ക് നാട്ടിലേക്കുള്ള വഴിയൊന്ന് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഇവിടെയാണ് ഭക്ഷണം കിട്ടുന്നത് പറഞ്ഞു തന്നാലും മതി. അപ്പോൾ അയാൾ പറഞ്ഞത് കാടാണ്, കാട്ടിൽ ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളൊന്നുമില്ല, നാട്ടിലേക്ക് പോകണമെങ്കിൽ കുറേ ദൂരം നടക്കാനുണ്ട്, നീ ഉച്ച കഴിഞ്ഞാലേ അവിടെ എത്തുള്ളൂ. അപ്പോൾ പ്രഫുല്ല പറഞ്ഞു, എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, ഭക്ഷണം കിട്ടുന്ന കട എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നടന്നാ. അപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ചെയ്യേ, നീ എൻ്റെ വീട്ടിലേക്ക് വാ, എൻ്റെ വീട്ടിൽ ഭക്ഷണമുണ്ട്, എനിക്ക് പണം തന്നാൽ മതി. അങ്ങനെ ഈ പ്രഫുല്ലയും വിളിച്ചുകൊണ്ട് ഇയാളുടെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കൊടുത്തു. ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ പ്രഫുല്ല തൻ്റെ കയ്യിൽ നിന്നൊരു സ്വർണ്ണ നാണയം എടുത്ത് ഇയാൾക്ക് കൊടുത്തു. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് സ്വർണ്ണ നാണയം വേണ്ട, കാരണം ഇതിന് ബാക്കി തരാൻ എൻ്റെ കയ്യിൽ പണമില്ല, ഊണിന് എന്താണോ വിലയുള്ളത് അത് തന്നാൽ മതി. അപ്പോൾ പ്രഫുല്ല പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇതല്ലാതെ വേറെ ഒന്നുമില്ല, അതുകൊണ്ട് നിങ്ങളിത് എടുത്തു, ഇനി ബാക്കിയൊന്നും തന്നില്ലെങ്കിൽ സാരമില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, അതല്ല, ഞാൻ ഊണ് തന്നു, എനിക്ക് ഊണിൻ്റെ വില മാത്രം മതി, എനിക്ക് സ്വർണ്ണ നാണയമൊന്നും വേണ്ട. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളുടെ കൂടെ വരാം, നിങ്ങളുടെ കൂടെ വന്നിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് പണം എടുത്ത് എനിക്ക് തന്നാൽ മതി,
അപ്പോൾ അപ്പോൾ പ്രഫുല്ല പറഞ്ഞു, ഇല്ല എൻ്റെ വീട്ടിൽ വന്നാലും അവിടെ സ്വർണ്ണ നാണയങ്ങളല്ല, അത് വേറെ ഒന്നുമില്ല. അപ്പോൾ അയാൾ ചോദിച്ചാൽ അതെന്താ നിങ്ങളുടെ വീട്ടിൽ സ്വർണ്ണ നാണയങ്ങൾ മാത്രമേ ഉള്ളത്, എവിടെ നിങ്ങളുടെ വീട്, എനിക്കൊന്ന് പറഞ്ഞതാ. ഇത് കേട്ടപ്പോൾ പ്രഫുല്ലയ്ക്ക് പേടി വന്നു. ഇയാൾക്ക് സ്വർണ്ണം എവിടെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ ഇയാൾ തന്നെ ഉപദ്രവിക്കുമോ എന്നൊക്കെ ആയിട്ട് അവളൊന്നും മിണ്ടാകുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ എന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ എന്നെപ്പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും, എൻ്റെ പേര് ഭവാനി പതക് എന്നാണ്, ഭവാനി താക്കൂർ തന്നെ എല്ലാവരും വിളിക്കും. പേടിച്ചിട്ട് പ്രഫുല്ലയ്ക്ക് കൈയും കാലും അനക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ഭവാനി താക്കൂർ ഒരു ശബ്ദം ഉണ്ടാക്കി. പെട്ടെന്ന് ചുറ്റുപാടുള്ള മരങ്ങളുടെ മുകളിൽ നിന്ന് കുറേ കൊള്ളക്കാർ ഇറങ്ങി വരാൻ തുടങ്ങി. 100 കണക്കിന് കൊള്ളക്കാർ, അവരെല്ലാവരും മരത്തിൽ മറിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഇത് പ്രഫുല്ല കണ്ടതുമില്ല. ഇവരെല്ലാം കൂടെ കണ്ടതോടെ പ്രഫുല്ല ആകെ വിഷമിച്ചു പോയി. അപ്പോൾ ഈ ഭവാനി താക്കൂർ പറഞ്ഞു, കണ്ട് ഇവരെല്ലാം എൻ്റെ കൂട്ടത്തിലുള്ളവരാണ്, നീ ഒന്നുകൊണ്ടും പേടിക്കണം, നിന്നെ ഉപദ്രവിക്കാനൊന്നും വന്നവരല്ല, അതുകൊണ്ടാണ് നീ നിൻ്റെ സ്വർണ്ണം എവിടെ ഇരിക്കുന്നത്, നിൻ്റെ വീട് എവിടെയാണെന്നൊന്നും പറഞ്ഞാലൊന്നും ഞങ്ങളൊന്നും എടുക്കാൻ പോകുന്നില്ല, ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, ഞങ്ങൾ നിഷ്കളങ്കരായ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണം പിടിച്ച് വാങ്ങുന്നവരല്ല. അപ്പോൾ പ്രഫുല്ല വിചാരിച്ച് ഇയാൾ ഭവാനി താക്കൂർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇയാളോട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല. തൽക്കാലം തനിക്ക് സ്വർണം കിട്ടിയവിടെന്ന് പറയാം. അങ്ങനെ പ്രഫുല്ല താൻ അമ്മ മരിച്ചു പോയ ഒരു പാവം പെൺകുട്ടിയാണെന്നും തന്നെ ആരോ വന്ന് തട്ടിക്കൊണ്ട് പോയതാണെന്നും ആ തട്ടിക്കൊണ്ട് പോയത് കാട്ടിലൂടെ ആയതുകൊണ്ടാണ് താൻ രക്ഷപ്പെട്ടതെന്നൊക്കെ പറഞ്ഞു. കാട്ടിൽ വെച്ച് താൻ കണ്ട രോഗിയായ വൃദ്ധനെ പറ്റിയും തൻ്റെ കൈകൊണ്ട് കുറച്ച് വെള്ളം മേടിച്ച് കുടിച്ച് അദ്ദേഹം മരിച്ചപ്പോൾ തനിക്ക് നൽകിയ നിധിയെപ്പറ്റിയും ഒക്കെ പ്രഫുല്ല ഇദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ ഭവാനി താക്കൂർ പറഞ്ഞു, നീ ഇങ്ങനെ പോയാൽ നീ ആരെങ്കിലും ഉപദ്രവിക്കുകയുള്ളൂ, നീ നിൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് നീ എന്നോട് നേരത്തെ പറഞ്ഞു, നിൻ്റെ കയ്യിൽ ഇത്രയധികം സ്വത്തുണ്ടിപ്പോൾ, നിനക്ക് വലിയ അപകടങ്ങൾ നേരിടേണ്ടി വരും, ആരും നിൻ്റെ കൂടെ ഉണ്ടായെന്ന് വരില്ല, അതുകൊണ്ട് നീ ഇപ്പോൾ പോകാതിരിക്കുന്നതാണ് ബുദ്ധി, ഞാൻ നിനക്ക് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം, അതൊക്കെ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നിന്നെ ആരും ഉപദ്രവിക്കുകയില്ല. അപ്പോൾ ഇതൊരു നല്ല കാര്യമായിട്ട് പ്രഫുല്ലയ്ക്കും തോന്നി. അവൾ ഈ ഭവാനി താക്കൂറിൻ്റെ കൂടെ താമസിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഭവാനി താക്കൂർ പറഞ്ഞു, നീ ഒന്നും പേടിക്കേണ്ട, നിനക്ക് സഹായത്തിനായിട്ട് ഞാൻ 2 സ്ത്രീകളെ കൊണ്ടുവരാം. അങ്ങനെ നിഷി എന്ന് പറയുന്നൊരു സ്ത്രീയെയും അവളുടെ സഹോദരിയെയും പ്രഫുല്ലയ്ക്ക് കൂട്ടായിട്ട് ഈ ഭവാനി താക്കൂർ കൊണ്ടുവന്ന് കൂടെ താമസിപ്പിച്ചു. ആദ്യം പ്രഫുല്ലയ്ക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് നിഷിയാണ്. അപ്പോൾ നിഷി ആദ്യം പ്രഫുല്ലയോട് പറഞ്ഞു, നാളെ മുതൽ നീ ഒരു നേരെ ഭക്ഷണം കഴിക്കാൻ പാടുള്ളത്, ഉച്ചയ്ക്ക് ചോറ് തരാം, ആ ചോറ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, ഒത്തിരി എരിയോ ഒത്തിരി പുളിയുള്ള ഭക്ഷണമൊന്നും നിനക്ക് പറ്റില്ല, കാരണം നാളെ മുതൽ നിൻ്റെ പഠനം തുടങ്ങാണ്. അപ്പോൾ പ്രഫുല്ല പറഞ്ഞു, എനിക്കത് മതി, കാരണം ഞാൻ അതിനേക്കാളും മോശം ഭക്ഷണം കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നിഷി പറഞ്ഞു, നാളെ മുതൽ നിനക്ക് കട്ടിലൊന്നും കിടക്കാൻ പറ്റില്ല, നീ നിലത്ത് കിടന്നുറങ്ങണം, വെറും നിലത്ത് കിടന്നുറങ്ങണം. അപ്പോഴും പ്രഫുല്ല പറഞ്ഞു, സാരമില്ല, എനിക്ക് ഉറങ്ങാനൊരു ചെറിയ സ്ഥലം മതി, എവിടെയെങ്കിലും ഒന്ന് തല ചായ്ക്കാൻ പറ്റിയാൽ മതി. അപ്പോൾ നിഷി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് കുറച്ച് വസ്ത്രങ്ങൾ തരാം, അത്ര നിറപ്പോട്ടുള്ള വസ്ത്രങ്ങളൊന്നും ആയിരിക്കത്തില്ല. അപ്പോഴും പ്രഫുല്ല പറഞ്ഞു, വേണ്ട, എനിക്ക് ഒരുപാട് നിറപ്പോട്ടുള്ള വസ്ത്രങ്ങളൊന്നും വേണ്ട, കീറാത്ത ഒരു വസ്ത്രം തന്നാൽ മതി, ഞാൻ അതിലും വലിയ ബുദ്ധിമുട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നിഷി ആദ്യം പ്രഫുല്ലയെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ കുറച്ച് പഠനം കഴിഞ്ഞപ്പോഴേക്കും ഈ ഭവാനി പതക് എന്ന് പറയുന്ന കൊള്ളക്കാരൻ ഭവാനി ഠാക്കൂർ വന്ന് ഇവളെ പഠിപ്പിച്ചു തുടങ്ങി, പ്രഫുല്ലയെ പഠിപ്പിച്ചു തുടങ്ങി. ആയോധന വിദ്യകൾ പഠിപ്പിച്ചു, വേദങ്ങൾ പഠിപ്പിച്ചു, ശാസ്ത്രങ്ങൾ പഠിപ്പിച്ചു, ഭഗവത്ഗീത പഠിപ്പിച്ചു. അങ്ങനെ എല്ലാവിധത്തിലുള്ള വിദ്യാഭ്യാസവും ഈ ഭവാനി താക്കൂർ ഇവൾക്ക് കൊടുത്തു. ഗുസ്തിയും വാൾപ്പയറ്റും ഒക്കെ അവളെ പഠിപ്പിച്ചു. അങ്ങനെ എല്ലാ വിദ്യകളിലും അവൾ പ്രവീണയായി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 5 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ ഭവാനി താക്കൂർ ഒരു ദിവസം ഇവളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് തരാവുന്ന വിദ്യകൾ മുഴുവൻ തന്നു കഴിഞ്ഞു, നിനക്ക് തിരിച്ചു പോകാം, നിൻ്റെ സ്വർണ്ണം അവിടെ തന്നെ കിടപ്പുണ്ട്, അതെടുത്തുകൊണ്ട് നീ നിൻ്റെ വീട്ടിലേക്ക് പൊക്കോളൂ, ആരും നിന്നെ ഉപദ്രവിക്കില്ല, ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ തന്നെ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ആയപ്പോഴേക്കും പ്രഫുല്ലയുടെ മനസ്സ് മാറി. പ്രഫുല്ല പറഞ്ഞു, എനിക്കിനി പണമൊന്നും വേണ്ട, ആ പണം ഞാൻ നിങ്ങൾക്ക് തരാം, ആ പണം നിങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങളുടെ കൊള്ളയടി നിർത്തണം. അപ്പോൾ ഭവാനി താക്കൂർ പറഞ്ഞു, നീ ഞങ്ങളെപ്പറ്റി ഇങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്, നിഷ്കളങ്കരുടെ പണം, നല്ലവരുടെ പണം ഒന്നും ഞങ്ങൾ എടുക്കാറില്ല, ഞങ്ങൾ സമൂഹത്തിൽ ദുഷ്ടത ചെയ്യുന്ന ആൾക്കാരുടെ പണം മാത്രമേ എടുക്കാറുള്ളൂ, അത് ഞങ്ങൾക്ക് വേണ്ടിയല്ല എടുക്കുന്നത്, ഞങ്ങളത് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി, ആവശ്യക്കാർക്ക് വേണ്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പണത്തിന് വേണ്ടിയിട്ടല്ല നിന്നെ പഠിപ്പിച്ചത്, നീ കഷ്ടപ്പെടരുത്, നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. ഞാൻ കൊള്ള നടത്തുന്നത് എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് പണം വേണ്ട, ഞാൻ ഒരിക്കലും കൊള്ള നടത്തുന്ന പണം കൊണ്ട് ദൂർത്തടിച്ച് ജീവിക്കാറില്ല, ആർഭാടം കാണിക്കാറില്ല, ഞാൻ ഈ കാട്ടിലാണ് ജീവിക്കുന്നത്. അപ്പോൾ പ്രഫുല്ലയ്ക്ക് തോന്നി, ഇദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണല്ലോ, തന്നോട് ഇതുവരെ അദ്ദേഹം മോശമായിട്ടൊന്നും ഇടപെട്ടിട്ടില്ല, തന്നെ സംരക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, തനിക്ക് വിദ്യാഭ്യാസം തന്നു, ഒരു പണം പോലും തന്നോട് പ്രതിഫലമായിട്ട് വാങ്ങുന്നതുമില്ല. അപ്പോൾ അവൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാമോ, നിങ്ങൾ എന്നെ നിങ്ങളുടെ കൂടെ ചേർക്കാമോ, എനിക്കിനി തിരിച്ചു പോകണ്ട. അങ്ങനെ പ്രഫുല്ല ഈ കൊള്ളക്കാരുടെ കൂടെ കൂടി. അവൾ വളരെ മിടുക്കിയായിരുന്നു, വളരെ ചതുരയായിരുന്നു, വളരെ ചടുലമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവളായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ ഇവരുടെ റാണിയായിട്ട് മാറി. അവളെ ഇപ്പോൾ ആരും പ്രഫുല്ല എന്ന് വിളിക്കാറില്ല,
അവൾ ആ പേരെ മറന്നുപോയി. അവളെ എല്ലാവരും ദേവി ചതുറാണി എന്ന് വിളിച്ചു. അങ്ങനെ പ്രഫുല്ല ചതുറാണിയായിട്ട് മാറി. അവിഹിത മാർഗങ്ങളിലൂടെ പണം നേടുന്നവരുടെ ദുസ്വപ്നമായി മാറി ദേവി ചതുറാണി. ഈ സമയത്ത് നമ്മുടെ ഭൂതനാഥിലെ സെമീന്ദാറായിരുന്ന ഹരിവല്ലഭൻ്റെ വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ നടക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുറേ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു, കച്ചവടങ്ങളൊക്കെ നഷ്ടത്തിലായി. മാത്രമല്ല ഒരുപാട് നികുതി കൊടുക്കാനുണ്ടായിരുന്നു. അക്കാലത്ത് നികുതി വളരെ കൂടുതലായിരുന്നു. ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. നികുതി കൊടുത്തില്ലെങ്കിൽ വളരെ വലിയ പിഴയിടുകയും സ്വത്ത് കണ്ടുകെട്ടുകയൊക്കെ ചെയ്യുമായിരുന്നു. നികുതി കൊടുക്കാൻ പണമില്ലാതെ ഈ ഹരിവല്ലഭൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ തൻ്റെ മകനായ ബ്രജേശ്വരനെ വിളിച്ചിട്ട് പിതാവ് ഇക്കാര്യം പറഞ്ഞു, മോനെ നമ്മൾ ആകെപ്പാടെ കഷ്ടത്തിലാണ്, നിനക്കപ്പോൾ 2 ഭാര്യമാരുണ്ടല്ലോ, നീ അവരുടെ വീടുകളിൽ ചെന്നിട്ട് കുറച്ച് പണം വാങ്ങണം, അല്ലാതെ നമ്മുടെ കടം വീട്ടാൻ പറ്റില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ സാഗരയുടെ വീട്ടിലേക്ക് പോകാം. നയനതാരയുടെ പിതാവിന് വലിയ പണമൊന്നുമില്ല, അവിടുന്ന് സഹായമൊന്നും കിട്ടുമെന്ന് വിചാരിക്കേണ്ട. പക്ഷേ സാഗരയുടെ പിതാവ് അങ്ങനെയല്ല, അദ്ദേഹം വലിയ പണക്കാരനാണ്, ഞാൻ അവിടെ ചെന്ന് ചോദിച്ചാൽ അദ്ദേഹം തരും. അങ്ങനെ ബ്രജേശ്വരൻ തൻ്റെ ഭാര്യയായ സാഗരയുടെ വീട്ടിലേക്ക് പോയി. സാഗരയുടെ പിതാവ് വളരെ വലിയൊരു കച്ചവടക്കാരനായിരുന്നു. തൻ്റെ മരുമകനെ അദ്ദേഹം വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിരുന്നപ്പോൾ ബ്രജേശ്വരൻ തൻ്റെ അമ്മായിയപ്പനോട് താൻ എന്തിനാണ് വന്നതെന്ന് പറഞ്ഞു. തൻ്റെ പിതാവിൻ്റെ കച്ചവടമൊക്കെ നഷ്ടത്തിലായി, ഒരുപാട് നികുതി കൊടുക്കാനുണ്ട്, അതുകൊണ്ട് കുറച്ച് പണം തരണം. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ പണമൊക്കെ ഉണ്ട്, ഞാൻ നിനക്ക് തരുകയും ചെയ്യാം, പക്ഷേ ഇപ്പോൾ തരുന്നില്ല. അതെല്ലാം എൻ്റെ മകൾക്കും നിനക്കും ഭാവിയിൽ അനുഭവിക്കാനുള്ള പണമാണ്, അത് നികുതി കൊടുത്ത് കളയാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇവിടെ എൻ്റെ വീട്ടിൽ നികുതിക്ക് മുടക്കമൊന്നും വരുത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ല. നീ ഇങ്ങോട്ട് വന്ന് ഇവിടെ താമസിച്ചാൽ മതി. നിൻ്റെ വീട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതങ്ങനെ ആയിക്കൊള്ളട്ടെ. ഇത് കേട്ടപ്പോൾ ബ്രജേശ്വരന് വളരെയധികം ദേഷ്യം വരികയും അയാൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകൾ ഇവിടെ തന്നെ നിന്നോട്ടെ, ഞാൻ അവളെ ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇത് കേട്ടോണ്ട് അവിടെ നിൽക്കുകയായിരുന്ന സാഗര ഓടി വന്ന് ഇയാളുടെ കാലിൽ പിടിച്ചു. എന്നെ ഉപേക്ഷിച്ചിട്ട് പോവരുതേ എന്ന് പറഞ്ഞു. ബ്രജേശ്വര ദേഷ്യം വന്നിട്ട് അവളെ തൊഴിച്ച് ദൂരേക്ക് മാറ്റി. അപ്പോൾ സാഗര പറഞ്ഞു, നിങ്ങൾ എന്നോട് കാണിക്കുന്നത് വളരെ അപമര്യാദയായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളോട് എപ്പോഴും സ്നേഹത്തോടെ മാത്രം ഇടപെടുന്ന, നിങ്ങളെ എപ്പോഴും സേവിക്കുന്ന നിങ്ങളുടെ ഭാര്യയെ നിങ്ങളിങ്ങനെ തൊഴിച്ചത് ശരിയായില്ല. എന്നെ ഇങ്ങനെ തൊഴിച്ചത് കാരണം ഞാൻ സത്യം ചെയ്ത് പറയുകയാണ് എന്ന് പറഞ്ഞ് എന്തോ പറയാൻ വേണ്ടിയിട്ട് സാഗര വാ തുറന്നപ്പോഴേക്കും പെട്ടെന്ന് അവളുടെ അതേ ശബ്ദത്തിൽ മറ്റൊരാൾ, നിന്നെക്കൊണ്ട് ഞാൻ എൻ്റെ കാല് തടവിക്കും എന്ന് പറഞ്ഞു. ബ്രജേശ്വരി വിചാരിച്ചത് ഇത് സാഗര തന്നെയാണ് പറഞ്ഞതെന്നാണ്. താൻ ഭാര്യയെ തൊഴിച്ചതുകൊണ്ട് അവൾ തന്നെ കൊണ്ട് കാല് പിടിപ്പിക്കും എന്നാണ് പറഞ്ഞത് എന്ന് വിചാരിച്ച അയാൾ അവിടുന്ന് ദേഷ്യപ്പെട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോയി. സാഗരക്കറിയാതെ താനല്ല പറഞ്ഞതെന്ന്. പിന്നെ മറ്റാരാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ട് സാഗര തൻ്റെ തോട്ടത്തിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരു മരത്തിന് മറിഞ്ഞ് ഒരു സ്ത്രീ നിൽക്കുന്നത് കണ്ടു. ഇരുട്ടത്ത് നിന്നുകൊണ്ട് അത് ആരാന്ന് സാഗര കണ്ടില്ല. സാഗര വിളിച്ചു ചോദിച്ചാൽ അത് ആരാ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ ശബ്ദത്തിൻ്റെ ഉടമ പറഞ്ഞു, ഞാൻ ദേവി ചതുറാണിയാണ്. ഇത് കേട്ടപ്പോഴത്തേക്ക് സാഗര പേടിച്ചു പോയി. ചതുറാണിയെപ്പറ്റി നാട്ടിലെല്ലാവർക്കും അറിയാം, വലിയ കൊള്ളക്കാരിയാണ്. ധനികരായ ആൾക്കാരുടെ വീടുകൾ കൊള്ളയടിക്കുകയും അതുകൊണ്ട് പാവങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ആളാണ് ചതുറാണി. അങ്ങനെയുള്ള ചതുറാണിയാണ് തൻ്റെ തോട്ടത്തിൽ വന്ന് നിൽക്കുന്നതും തൻ്റെ ഭർത്താവിനെ വെല്ലുവിളിച്ചതും. ആകെ പേടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സാഗരയുടെ അടുത്തേക്ക് ഈ ചതുറാണി ചെന്നിട്ട് പറഞ്ഞു, ഞാൻ സുഹൃത്തായിട്ടാണ് വന്നിരിക്കുന്നത്, ശത്രുവായിട്ടല്ല. വെളിച്ചത്തിലേക്ക് മാറിയെന്ന് ഈ കൊള്ളക്കാരുടെ മുഖം കണ്ടപ്പോഴേക്കും സാഗരയ്ക്ക് അത് ആരാന്ന് മനസ്സിലായി. താനുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചിട്ട് പോയ പ്രഫുല്ലയാണത്. ചതുറാണി അടുത്ത് ചെന്നിട്ട് സാഗരയോട് പറഞ്ഞു, നീ ഒന്നും പേടിക്കേണ്ട, ഞാൻ നിനക്ക് ന്യായം തരും. അന്ന് രാത്രി തന്നെ തൻ്റെ സപത്നിയായ സാഗരയ്ക്ക് ന്യായം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ ചതുറാണി തുടങ്ങി. അവർ വലിയൊരു കെട്ടുവള്ളത്തിലാണ് യാത്ര ചെയ്തത്, നദിയിലൂടെ. ഈ കെട്ടുവള്ളത്തിന് മുകളിൽ ശരിക്കും ഒരു കൊട്ടാരം തന്നെ ഉണ്ടായിരുന്നു. ജലത്തിൽ ഒഴുകി നടക്കുന്ന ഒരു കൊട്ടാരം, അതിൽ കുറേ മുറികൾ. ആ മുറിയിലായിരുന്നു ചതുറാണിയുടെ താമസം. അംഗരക്ഷകർ കുറേ പേര് ചതുറാണിയുടെ ഈ വലിയ കെട്ടുവഞ്ചിക്ക് ചുറ്റുമായിട്ട് ചെറിയ കൊതുമ്പ് വള്ളങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. ചതുറാണിക്കൊപ്പം അവളുടെ ഒരു അംഗരക്ഷകനുണ്ട്, രംഗരാജ് എന്നാണ് അയാളുടെ പേര്. രംഗരാജിനെ ഭവാനി പതക്ക് ചതുറാണിയുടെ സംരക്ഷണത്തിന് വേണ്ടി നിയമിച്ചതായിരുന്നു. അപ്പോൾ ചതുറാണി ഈ രംഗരാജിനോട് വിളിച്ചിട്ട്, ദൂരെ കൂടെ ഒരു വഞ്ചി വരുന്നത് കണ്ടോ, വഞ്ചിയിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്, അയാളുടെ ദേഹോപദ്രവമൊന്നും ഏൽപ്പിക്കാതെ അയാൾ തട്ടിക്കൊണ്ട് വന്ന് എൻ്റെ മുന്നിൽ ഹാജരാക്കണം എന്ന് പറഞ്ഞു. രംഗരാജ് തൻ്റെ കൂട്ടാളികളായ മറ്റു കൊള്ളക്കാരോടൊപ്പം ചെറിയ ചെറിയ കൊതുമ്പ് വള്ളങ്ങളിൽ കയറി ദൂരെ കൂടെ പോവുകയായിരുന്നു. ആ വഞ്ചിയെ വളഞ്ഞു. ആ വലിയ വള്ളത്തിലുണ്ടായിരുന്ന ബ്രജേശ്വരായിരുന്നു. ബ്രജേശ്വരൻ ഇവരെല്ലാവരും കൂടെ കയ്യും കാലും കെട്ടിയിട്ട് ഈ വലിയ കൊട്ടാരം പോലെയുള്ള വള്ളത്തിലേക്ക് കൊണ്ടുവന്നു. ബ്രജേശ്വരൻ ആകെ പേടിച്ചു പോയി. അയാൾ ചോദിച്ചു, നിങ്ങൾ ആരാ, നിങ്ങൾ എന്തിനാണ് എന്നെ തട്ടിക്കൊണ്ട് പോകുന്നത്, എൻ്റെ പണമൊന്നുമില്ല, ഞാൻ പണം സംഘടിപ്പിക്കാൻ വേണ്ടി പോയിട്ട് വന്ന ഒരാളാണ്, പണം കിട്ടിയിട്ടില്ല. അപ്പോൾ രംഗരാജ് പറഞ്ഞു, ഞങ്ങൾ ദേവി ചതുറാണിയുടെ ആൾക്കാരാണ്, നിങ്ങൾ ദേവി ചതുറാണി പറഞ്ഞിട്ടാണ് ഞാൻ തട്ടിക്കൊണ്ട് പോന്നിരിക്കുന്നത്.
ബ്രിജേശ്വർ ചോദിച്ചു, ഞാൻ ചതുറാണിയെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരു വലിയ കൊള്ളക്കാരിയാണ്, അതിസുന്ദരിയാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ അവരോട്. അങ്ങനെ ഈ വലിയ വള്ളത്തിനകത്തിലേക്ക് ബ്രിജേശ്വരനെ കൊണ്ടുപോയി. അയാൾ നോക്കിയപ്പോൾ അതിനകത്തൊരു കൊട്ടാരം പോലെയാണ്, മുറികളും അറകളും ഒക്കെ ഉണ്ടെന്ന് കണ്ടു. അതിലൊരു മുറിയിലേക്ക് ഇയാളെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ മുഖത്ത് മൂടുപടം ഇട്ടുകൊണ്ടൊരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു. അതാണ് ചതുറാണി എന്ന് ഇയാൾ വിചാരിച്ചു. അപ്പോൾ അയാൾ ചതുറാണിയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ തട്ടിക്കൊണ്ട് വന്നത്? ഞാൻ നിങ്ങളോടൊരു പാപവും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഭാര്യാഗ്രഹം വരെ പോയിട്ട് വരുന്ന വഴിയാണ്. എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. അപ്പം ഇവർ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. നിങ്ങളെ ഞാൻ തട്ടിക്കൊണ്ട് വന്നത് എൻ്റെ അടിമയാക്കാനാണ്. നിങ്ങളിപ്പോൾ എൻ്റെ അടിമയാണ്. നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ ചുറ്റുപാടും എൻ്റെ ആൾക്കാരുണ്ട്. ഞങ്ങൾ നിങ്ങളെ കൊന്നുകളയും. ഇത് കേട്ടാൽ ഈ ബ്രിജേശ്വർ ആകെ പേടിച്ചു പോയി. അയാൾ ചോദിച്ചു, അയ്യോ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ കയ്യിൽ പണമൊന്നും ഇല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ നിങ്ങളെ അടിമയായിട്ടാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ എൻ്റെ അടിമയാണ്, നിങ്ങൾ എൻ്റെ കാല് തിരുമ്മി തരണം. അങ്ങനെ ബ്രിജേശ്വർ അവിടെ ഇരുന്ന സ്ത്രീയുടെ കാല് തിരുമാൻ തുടങ്ങി. കുറച്ച് നേരം തിരുമ്മി കഴിഞ്ഞപ്പോഴേക്കും അവർ മൂടുപടം മാറ്റി കഴിഞ്ഞപ്പോഴാണ് അയാൾ കണ്ടത് തൻ്റെ ഭാര്യയായ സാഗരയാണെന്ന്. സാഗര പറഞ്ഞു, ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, നിങ്ങൾ എന്നോട് മോശമായിട്ട് പെരുമാറിയതുകൊണ്ട് നിങ്ങളെ കൊണ്ട് എൻ്റെ കാല് തിരുമ്മിക്കുമെന്ന്. ഞാനത് നടത്തി. അപ്പോൾ ഇയാൾ ചോദിച്ചു, നിന്നെ ഇതിനൊക്കെ ആരാ സഹായിച്ചത്? ചതുറാണി നിനക്കറിയാമോ? അപ്പോൾ സാഗര പറഞ്ഞു, എനിക്കറിയാം ചതുറാണി, അവരെൻ്റെ സഹോദരിയാണ്. അവരെ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അടുത്ത അറയിൽ കാത്തിരിപ്പുണ്ട്, നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം. അങ്ങനെ ഈ സാഗര ഇയാളെ വിളിച്ചുകൊണ്ട് ചതുറാണി ഇരിക്കുന്ന അറയിലേക്ക് ചെന്നു. എന്നിട്ട് അവിടെ നിർത്തിയിട്ട് പോയി. ഇയാൾ നോക്കിയപ്പോൾ അതീവ സുന്ദരിയാണ് ഈ ചതുറാണി. അയാൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ഗൃഹത്തിൽ നിന്ന് മോതിരമൊക്കെ വാങ്ങിയിട്ട് പോയ പ്രഫുല്ലെ ഓർമ്മ വന്നു. അയാൾ പിന്നീട് പ്രഫുല്ലെ അന്വേഷിച്ച് പോയെങ്കിലും അവളുടെ വീട് തകർന്നു കിടക്കുന്നതാണ് കണ്ടത്. അവൾ അവിടെ ഇല്ല, അവൾ ചിലപ്പോൾ മരിച്ചു പോയി കാണുന്നതാണ് അയാൾ വിചാരിച്ചിരുന്നത്. എന്തായാലും ചതുറാണി പറഞ്ഞു, ഈ സാഗരയുടെ ദുഃഖം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ തട്ടിക്കൊണ്ട് വന്നത്. നിങ്ങൾ അവളുടെ കാല് തിരുമ്മിക്കൊടുത്തതോടെ ആ പ്രശ്നം തീർന്നു. അതുകൊണ്ട് നിങ്ങൾക്കിനി തിരിച്ചു പോകാം. അപ്പം നിങ്ങൾക്ക് ഒരുപാട് കടമുണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് പണം തരാം. ഈ പണം നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കടം വീട്ടിക്കൊള്ളൂ. കടം വീട്ടിയതിന് ശേഷം അത് തിരിച്ചു തരണം. കാരണം നിങ്ങൾ വലിയ ധനവാനാണ്, നിങ്ങൾക്ക് പണം തിരിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഈ പണം കൊണ്ട് നികുതി അടയ്ക്കുക. നികുതി അടച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും കച്ചവടം നടത്തിയിട്ട് ലാഭം കിട്ടുമ്പം എൻ്റെ പണം മുഴുവനായിട്ട് എനിക്ക് തിരിച്ചു തരണം. അപ്പോൾ ബ്രിജേശ്വർ സമ്മതിച്ചു. ബ്രിജേശ്വർ പറഞ്ഞു, എന്തായാലും ഞാൻ നിങ്ങളുടെ പണം തിരിച്ചു തന്നോളാം, പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ച് പണത്തിൻ്റെ അത്യാവശ്യമുണ്ട്. അങ്ങനെ ഈ ദേവി ചതുറാണി ബ്രിജേശ്വരന് ആവശ്യമുള്ള പണം അയാൾക്ക് കൊടുത്തു. അയാൾ പോകാനിറങ്ങിയപ്പോഴേക്കും അയാൾ തട്ടിക്കൊണ്ട് വന്നതിന് പരിഹാരമായിട്ട്, അയാളുടെ വിഷമത്തിന് പരിഹാരമായിട്ടൊരു മോതിരവും കൊടുത്തു. ഇയാൾ ഈ മോതിരത്തിലേക്ക് നോക്കിയപ്പോഴാണ് താനത് പണ്ട് പ്രഫുല്ലയ്ക്ക് അവളുടെ കടം വീട്ടാൻ വേണ്ടിയിട്ട് അവൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള പണം ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്ത മോതിരമെന്ന് മനസ്സിലായത്. അയാളോട് തന്നെ സാഗരയെ ചെന്ന് കണ്ടു പറഞ്ഞു, ഞാൻ ചതുറാണിയെ കണ്ടു, ചതുറാണി എനിക്ക് വേണ്ട പണം തന്നു, ഒരു മോതിരവും തന്നു. പക്ഷേ ഈ മോതിരം കണ്ടിട്ട് എനിക്ക് വലിയ പരിചയം തോന്നുന്നു. ഇനി ഇവരാണോ പ്രഫുല്ലയെ കൊന്നു കളഞ്ഞത്? അപ്പോൾ സാഗര പറഞ്ഞു, അവർ പ്രഫുല്ലയെ കൊന്നിട്ടൊന്നുമില്ല, അവർ തന്നെയാണ് പ്രഫുല്ല. അപ്പോൾ ഇയാൾക്ക് വലിയ അത്ഭുതമായിപ്പോയി. തൻ്റെ ആദ്യ ഭാര്യയായിരുന്ന പ്രഫുല്ലയാണ് ഇപ്പോഴത്തെ വലിയ പ്രശസ്തയായ കൊള്ളക്കാരി ചതുറാണിയെന്ന് അയാൾ അപ്പോഴറിയുന്നത്. എന്തായാലും അയാൾ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. പണം കൊണ്ടുപോയി പിതാവിനെ ഏൽപ്പിച്ചു. അപ്പോൾ പിതാവ് ചോദിച്ചു, ഇത് സാഗരയുടെ വീട്ടിൽ നിന്ന് തന്നാണോ? അപ്പോൾ അയാൾ പറഞ്ഞു, അല്ല, ഇത് സാഗരയുടെ വീട്ടിൽ നിന്ന് തന്നതല്ല, ഇത് ദേവി ചതുറാണി എനിക്ക് തന്നതാണ്, ഇത് തിരിച്ചു കൊടുക്കേണ്ടതാണ്. സാഗരയുടെ വീട്ടിൽ നിന്നാണെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടതില്ലായിരുന്നു, പക്ഷേ ഈ പണം നമുക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഈ പിതാവ് ചോദിച്ചു, അതെന്തിനാ തിരിച്ചു കൊടുക്കുന്നത്? ചതുറാണി വലിയ കൊള്ളക്കാരിയല്ലേ, അവർക്ക് ഒരുപാട് പണമുള്ളതല്ലേ? ബ്രിജേശ്വർ പറഞ്ഞു, അതല്ല, അവർ തന്നതാണ്, അവർക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഈ പിതാവ് ചോദിച്ചു, ഒരു വലിയ കൊള്ളക്കാരല്ലേ, നീ എവിടെ കൊണ്ടുപോയി കൊടുക്കും? അപ്പോൾ ബ്രിജേശ്വർ പറഞ്ഞു, വൈശാഖി വരുന്നുണ്ടല്ലോ, വൈശാഖി എന്ന് പറഞ്ഞ ഉത്സവം, അന്ന് എന്നെ കാണാമെന്ന് ചതുറാണി പറഞ്ഞിട്ടുണ്ട്, അന്ന് ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. ഈ സമയത്ത് ചതുറാണി തൻ്റെ ഗുരുവായ ഭവാനി പതക്കിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ കൊള്ളക്കാരുടെ ജീവിതം മതിയാക്കുകയാണ്, എനിക്ക് മതിയായി. ഞാൻ ഒരുപാട് ആൾക്കാരെ കൊള്ളയടിച്ചു, ആ പണമെല്ലാം ഞാൻ ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തു, കാര്യങ്ങളൊക്കെ എനിക്ക് മതിയായി, എനിക്കിനി ഒരു സാധാരണ ജീവിതം നയിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഭവാനി പതക്ക് പറഞ്ഞു, നാട്ടുകാർ നിന്നെ ഒരു ദേവിയായിട്ടാണ് കാണുന്നത്, മനുഷ്യസ്ത്രീയായിട്ടല്ല. നീ എത്രയോ പേരെ സഹായിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ ഇനിയും എൻ്റെ കൂടെ തന്നെ നിന്നിട്ട് ഈ കർമ്മങ്ങൾ പൂർത്തിയാക്കുകയാണ് വേണ്ടത്. എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പണക്കാരുടെ കയ്യിൽ നിന്ന് പണം കൊള്ളയടിക്കുകയും ഒരുപാട് പാവങ്ങളെ സഹായിക്കുകയും ചെയ്യാം. അപ്പോഴും ചതുറാണി പറഞ്ഞു, അല്ല, എനിക്ക് ഈ ജീവിതത്തിൽ ഇനി താല്പര്യമില്ല, എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണം. അങ്ങനെ അവസാനം മനസ്സോടെ ഭവാനി പതക്ക് ഇവളെ സമ്മതിച്ചു, നാട്ടിലേക്ക് തിരിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ദേവി ചതുറാണി വൈശാഖി ഉത്സവത്തിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി. അന്ന് തൻ്റെ ഭർത്താവ് തനിക്ക് പണവുമായിട്ട് വരുമെന്നും അന്ന് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്നായിരുന്നു അവളുടെ വിചാരം. അങ്ങനെ വൈശാഖി അടുത്തടുത്ത് വന്നു. ഈ സമയത്ത് തൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ വേണ്ടിയിട്ട് കുപ്രസിദ്ധ കൊള്ളക്കാരിയായ ചതുറാണി വരും എന്ന് ഇവൻ്റെ പിതാവിനറിയാം.
ഹരിവല്ലഭൻ എന്ന പേരുള്ള സമീന്ദാറിന്. അദ്ദേഹം ബ്രിട്ടീഷുകാരെ ചെന്ന് കണ്ടു. ബ്രിട്ടീഷുകാരായിരുന്നു അന്നിവിടെ ഭരിച്ചിരുന്നത്. ആ ബ്രിട്ടീഷുകാരെ ചെന്ന് കണ്ടിട്ട് ചതുറാണിയെ പിടികൂടാൻ താൻ സഹായിക്കാമെന്ന് വാക്ക് കൊടുത്തു. അപ്പോൾ ബ്രിട്ടീഷുകാരനെ കളക്ടർ പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ഈ ചതുറാണിയെ പിടിക്കാൻ നോക്കുകയാണ്, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ചതുറാണിയെ പിടിക്കാൻ സഹായിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് പണവും തരാം. നിങ്ങൾക്ക് കൂട്ടായിട്ടൊരു 100 പട്ടാളക്കാരെ ഇപ്പം തന്നെ അയക്കാം. അങ്ങനെ ഈ പട്ടാളക്കാരുമായിട്ട് ഹരിവല്ലഭൻ ഈ ചതുറാണിയെ പിടിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ വൈശാഖി ഉത്സവം വന്നു. അന്ന് ഒരു വള്ളത്തിൽ വെച്ച് കാണാമെന്നായിരുന്നു ഇവൾ ബ്രിജേശ്വരനോട് പറഞ്ഞിരുന്നത്. നദിയിൽ കൂടി വള്ളം ഒഴുകി നടക്കുകയായിരുന്നു. ഈ വള്ളത്തിൽ ചതുറാണി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയ കൊതുമ്പ് വള്ളത്തിൽ കയറി ബ്രിജേശ്വരൻ തുഴഞ്ഞ് ഈ വലിയ വള്ളത്തിനടുത്തെത്തി അതിൽ കയറി ചതുറാണിയെ കാണുകയും ചെയ്തു. താൻ പണം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ബ്രിജേശ്വരൻ പറഞ്ഞു. അപ്പോൾ ചതുറാണി പറഞ്ഞു, ഞാൻ ഇവിടെ ഉണ്ട്, നിന്നെ കാണാൻ പോകുന്നുണ്ട് എന്ന് നിൻ്റെ പിതാവ് അറിഞ്ഞോ? അപ്പോൾ അവൻ പറഞ്ഞു, അറിഞ്ഞു, അദ്ദേഹമാണ് പണം തന്നു വിട്ടത്. അപ്പോൾ ചതുറാണി പറഞ്ഞു, നിങ്ങളുടെ പിതാവിനെ വിശ്വസിക്കരുത്. കാരണം നിങ്ങളുടെ പിതാവ് ഇപ്പം തന്നെ ബ്രിട്ടീഷുകാരെ അറിയിച്ചു കാണും, അവരെന്നെ പിടിക്കാൻ വേണ്ടി ഇപ്പം വരും. എനിക്ക് എന്താ വേണ്ടതെന്നറിയാം, നിങ്ങളൊട്ടും പരിഭ്രമിക്കേണ്ട. അവരെന്നെ വന്ന് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ തടയരുത്. കാരണം എന്നെ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവിൻ്റെ ജീവൻ അപകടത്തിലാകും. ബ്രിട്ടീഷുകാർ അയാളെ ഉപദ്രവിക്കും. അതുകൊണ്ട് ഒന്നും മിണ്ടണ്ട. എന്നെ പിടിക്കാൻ വരികയാണെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോളൂ, ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കരയിൽ നിറയെ പട്ടാളക്കാർ നിരന്നു വരുന്നത് ചതുറാണി കണ്ടു. അവരുടെ മുന്നിലായിട്ട് ഹരിവല്ലഭനും ഉണ്ടായിരുന്നു. ചതുറാണിയുടെ ഒപ്പം രംഗരാജ് ഉണ്ടായിരുന്നു. രംഗരാജിൻ്റെ ഒപ്പം ഒരുപാട് കൊള്ളക്കാരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ചെറിയ ചെറിയ വള്ളങ്ങളിലായിട്ട് ഈ വലിയ വള്ളത്തിന് ചുറ്റും പതുക്കെ തുഴഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ബ്രിട്ടീഷുകാരനായ ഓഫീസർ ഒരു തോക്കെടുത്ത് ഈ വള്ളത്തിന് നേരെ നീട്ടി. ഇത് കണ്ട ചതുറാണി രംഗരാജിനോട് ഒരു വെള്ളക്കൊടിയെടുത്ത് വഞ്ചിയുടെ മുകളിൽ കയറി വീശാൻ ആജ്ഞാപിച്ചു. രംഗരാജ് ഒരു വെള്ളക്കൊടി എടുത്ത് വീശുകയും ബ്രിട്ടീഷുകാരെ തോക്കുകൾ താഴ്ത്തുകയും ചെയ്തു. അതിനുശേഷം ബ്രിട്ടീഷുകാരനായ ഒരു ഓഫീസർ ഒരു ചെറിയ വള്ളത്തിൽ കയറി ദേവി ചതുറാണി ഇരിക്കുന്ന വലിയ വള്ളത്തിലേക്ക് വന്നു. നേരത്തെ കണ്ടതുപോലെ അതിനുള്ളിൽ നിറയെ മുറികളുണ്ടായിരുന്നു. അതിലെ ഒരു മുറിക്കകത്ത് 2 സ്ത്രീകൾ ഒരേപോലെ വസ്ത്രം ധരിച്ചിരിക്കുന്നത് കണ്ടു. അതിലൊന്ന് നിഷിയായിരുന്നു. നേരത്തെ പ്രഫുല്ലെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭവാനി പതക് നിയമിച്ച നിഷിയുടെ സഹോദരിയായിരുന്നു മറ്റത്. ഈ ബ്രിട്ടീഷ് ഓഫീസർ അകത്തേക്ക് കയറി ചെന്നിട്ട് നിങ്ങൾ ആരാണ് ചതുറാണി എന്ന് ചോദിച്ചു. അപ്പോൾ 2 പേരും പറഞ്ഞു ഞാനാണ് എന്ന്. ഇയാൾക്ക് ആകെ ബുദ്ധിമുട്ടായി. ആരാണ് ചതുറാണി എന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് യഥാർത്ഥ ചതുറാണി അങ്ങോട്ട് ചെയ്യുന്നത്. അവർ പറഞ്ഞു ഞാനാണ് ചതുറാണി. ഇവർ 2 പേരും കള്ളം പറയുകയാണ്. അപ്പോൾ 3 പേരും പറയാൻ തുടങ്ങി ഞാനാണ് ചതുറാണി എന്ന്. ഇതെല്ലാം കണ്ടുകൊണ്ട് ബ്രിജേശ്വരൻ നിൽപ്പുണ്ട്. ബ്രിജേശ്വരൻ അവിടെ നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഹരിവല്ലഭന് വലിയ ബുദ്ധിമുട്ടായി. തൻ്റെ മകൻ ഇവിടെ ഉണ്ടാകും എന്ന് അയാൾ വിചാരിച്ചിരുന്നില്ല. ഇവിടെ ഇനി ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അവൻ്റെ ജീവൻ അപകടത്തിലാകുമെന്ന് അയാൾക്ക് പേടിയുണ്ടായിരുന്നു. പ്രഫുല്ല മുന്നോട്ട് നീങ്ങി നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സംശയിക്കേണ്ട, ഞാനാണ് ദേവി ചതുറാണി. നിങ്ങൾക്ക് എന്താ പറയണമെന്ന് വെച്ചാൽ എന്നോട് പറയാം. ഞാൻ ആൾക്കാരെ കൊള്ളയടിക്കുന്നതൊക്കെ നിർത്തി ഒരു സാധാരണ ജീവിതത്തിലേക്ക് പോകാനിരിക്കുകയാണ്. ബ്രിട്ടീഷ് ഓഫീസർ പറഞ്ഞു, അതൊക്കെ ഇനി ഞങ്ങൾ തീരുമാനിക്കും. നിന്നെ വിടണോ, നീ സാധാരണ ജീവിതം നയിക്കണമെന്നൊക്കെ. നിന്നെ ഉടൻ തന്നെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോകാൻ പോവുകയാണ്. ഈ വഞ്ചിക്ക് ചുറ്റും ബ്രിട്ടീഷ് പട്ടാളമുണ്ട്. അവരുടെ കയ്യിൽ തോക്കുണ്ട്. നിങ്ങളുടെ കുന്തവും അമ്പും വില്ലും കൊണ്ടൊന്നും നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് കീഴടങ്ങി ഞങ്ങളുടെ കൂടെ വരണം. ചതുറാണി നേരത്തെ കണ്ടുവച്ചിരുന്നത് നല്ല കാറ്റും കോളുമുള്ള ദിവസം കൊണ്ടുകൊണ്ട് തന്നെ മഴ പെയ്യും. അതുകൊണ്ട് സംഭാഷണം എത്രത്തോളം മുന്നോട്ട് നീട്ടാമോ അത്രയും നീട്ടി മഴയ്ക്ക് വേണ്ടി അവൾ കാത്തിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഈ സന്ധ്യ സംഭാഷണമൊക്കെ നടന്നു. അപ്പോഴേക്കും പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുകയും മഴ പെയ്യുകയും ചെയ്തു. ഇത്ര ശക്തമായ കാറ്റും മഴയും അത്ര പരിചയമില്ലാതിരുന്ന ബ്രിട്ടീഷ് പട്ടാളം ആകെ വിഷമിച്ചു. ഈ സമയം കണ്ട് ചതുറാണിയുടെ വഞ്ചി അവരുടെ തുഴക്കാർ വളരെ പെട്ടെന്ന് ഈ ബ്രിട്ടീഷുകാരുടെ ഇടയിൽ നിന്ന് ഓടിച്ചുകൊണ്ട് പോവുകയും അത് കുറച്ച് ദൂരെ പോയി നങ്കൂരമിടുകയും ചെയ്തു. കൊള്ളക്കാരുടെ കൂട്ടം ആ വഞ്ചിയെ വളഞ്ഞു. ദേവി ചതുറാണി ബ്രിട്ടീഷ് ഓഫീസറോട് പറഞ്ഞു, ഇപ്പം നോക്കൂ, നിങ്ങളുടെ സൈന്യം ദൂരെ എവിടെയാണ്. നിങ്ങൾ ഞങ്ങളുടെ തടവിലാണ്. ഞങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങൾക്കിനി ഇവിടുന്ന് പോകാൻ പറ്റില്ല. ബ്രിട്ടീഷുകാരനായ ഓഫീസറും ഹരിവല്ലഭനും ആകെ വിഷമിച്ചു പോയി. ചതുറാണി പറഞ്ഞു, എനിക്ക് ആരോടൊരു ദയൊന്നുമില്ല. നിങ്ങളെ 2 പേരെ ഇപ്പം തന്നെ ഞാൻ കൊല്ലും. ഈ ബ്രിട്ടീഷുകാരനും പേടിയായി, ഹരിവല്ലഭനും പേടിയായി. കാരണം അവരുടെ കൂടെ ഒറ്റ പട്ടാളക്കാരില്ല. എല്ലാവരും വളരെ ദൂരെയാണ്. ചുറ്റുപാടും കൊള്ളക്കാരെ വളഞ്ഞിരിക്കുകയാണ്. പിന്നെ വളരെ ക്രൂരിയെന്ന് പേര് കേട്ട ചതുറാണിയാണ് മുൻപിൽ. 2 പേരും കൈകൂപ്പി ചതുറാണിയുടെ മുന്നിൽ വീണു. സഹായിക്കണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ ചതുറാണി പറഞ്ഞു, ഞാൻ ഒരു നിബന്ധനയോടെ നിങ്ങളെ 2 പേരെയും പോകാൻ അനുവദിക്കാം. ഇവർ ചോദിച്ചു, എന്താണ് നിബന്ധന? എന്താണെങ്കിലും പറഞ്ഞോളൂ. ചതുറാണി ഹരിവല്ലഭൻ എന്ന സമീന്ദാറിനോട് പറഞ്ഞു, എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, നിങ്ങളുടെ മകനെ വിവാഹം കഴിക്കണം.
അപ്പോൾ ഹരിവല്ലഭൻ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു, എനിക്ക് പൂർണ്ണ സമ്മതമാണ്. അപ്പോൾ ചതുരാണി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കരയിലെത്തിക്കാൻ ഞാൻ പറയാം, നിങ്ങൾ പോയി വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തോളൂ, ഞാൻ ഉടൻ തന്നെ ബ്രിജേശ്വരനൊപ്പം നിങ്ങളുടെ വീട്ടിലോട്ട് വന്നോളാം. അങ്ങനെ ഹരിവല്ലഭനെ ഇവരെ കരയിൽ വിട്ടു. അതിനൊപ്പം ബ്രിട്ടീഷുകാരനെ ഓഫീസറിനെ വിട്ടു. അയാളെ ഇവർ ഉപദ്രവിച്ചൊന്നുമില്ല. ചതുരാണി ബ്രിജേശ്വരനൊപ്പം തൻ്റെ ഭർതൃഗൃഹത്തിലേക്ക് തിരിച്ചുപോയി. അവിടെ അവളെ കാത്ത് സാഗരയും നയനതാരയും ഉണ്ടായിരുന്നു. അവളുടെ അമ്മായിയമ്മയ്ക്കാണെങ്കിൽ അവളെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. അങ്ങനെ അവളൊരു കുടുംബിനിയായിട്ട് പിന്നീട് ആ വീട്ടിൽ താമസിച്ചു. ഭവാനി പതക്ക് കുറച്ചു കാലം കൂടി കൊള്ളയടിച്ചും ആൾക്കാരെ സഹായിച്ചും ജീവിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം ആ ജോലി നിർത്തുകയും അധികാരികളുടെ മുന്നിൽ പോയി കീഴടങ്ങുകയും ചെയ്തു. അദ്ദേഹം പിന്നീട് ജയിലിലായി. ചതുരാണിയാണെങ്കിൽ വീണ്ടും പ്രഫുല്ലയായിട്ട് തൻ്റെ ഭർതൃഗൃഹത്തിൽ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തു. ഇഷ്ടമായോ ചതുരാണിയുടെ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.